ഹായ് ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു പണി വ്ളോഗ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡെയിലി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ വീട്ടിൻ്റെ മുറ്റത്തിങ്ങനെ കാണുന്ന ഈ ഒരു ഹോളാണ്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള കുറച്ച് ഇലകളും പെരിച്ചാഴികളും കൂടെയാണ് ഈ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും മുറ്റം മുഴുവൻ സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലെല്ലാം പലയിടത്തായിട്ട് ഇതുപോലെ ഹോളുണ്ടാക്കി അതിൻ്റെ അകത്തൂടെയൊക്കെ കയറി ഇങ്ങനെ എല്ലായിടം പൊട്ടിച്ച് അവിടെ ആയിട്ട് തുറന്നിട്ടൊക്കെയാണ്. ഞാനിത് എത്ര തവണ ക്ലീൻ ചെയ്തതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വീണ്ടും ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ വീണ്ടും മുറ്റമൊക്കെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഗാർഡൻ ഏരിയയിലൊക്കെ ചെടികളൊക്കെ വളർന്ന് ആകെ അലങ്കോലമായിട്ട് വളർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് ആദ്യം മുറ്റം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഈ ഹോളൊക്കെ ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ അടിച്ച് ചേർത്ത് ഇതിൻ്റെ ഉള്ളിലെ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തെടുക്കണം. അത് ഇത്തിരി മെനക്കെട്ട പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് തീരുമെന്ന്. പക്ഷേ ഇത് പൊട്ടിക്കും തോറും ഹോൾ ഉള്ളിലോട്ട് വലുതായിട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ഈ വലിയ ഹോളിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു ഹോളൂടെ അപ്പുറത്ത് കണ്ടു. പക്ഷെ അവിടെ ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഈ ഹോള് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് മുഴുവൻ പൊട്ടിച്ച് നമ്മൾ ഫില്ല് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. മാത്രമല്ല ഒരുപാട് സിമെൻ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ഹോള് കാണുന്ന ഭാഗം മാത്രം ഞാനിന്ന് എന്തെങ്കിലും വെച്ച് അടിച്ച് കയറ്റി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കുറേ വേസ്റ്റ് കല്ലും മണ്ണും എല്ലാം അതിൻ്റെ അകത്തുള്ളിൽ അടിച്ച് ചേർക്കുന്നുണ്ട്. പക്ഷെ എത്ര കുത്തിക്കയറ്റി അതിൻ്റെ അകം ഫില്ല് ചെയ്യാൻ നോക്കിയിട്ടും ഹോള് ഫില്ലാകുന്നുണ്ടായിരുന്നില്ല. അത്ര വലിയ ഹോളായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട്. കാരണം പെരിച്ചാഴിയായാലും എലിയായാലും ഒക്കെ ഈ ഒരു ചെറിയ ഹോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും വീണ്ടും അത് തുറന്ന് വന്നുകൊണ്ടേയിരിക്കും. വേറെ എവിടെയെങ്കിലും അത് കുഴി ഉണ്ടാക്കും. അവിടെയൊക്കെ ഇതുപോലെ ഗ്യാപ്പ് വന്ന് വീണ്ടും ഇതുപോലെ സിമെൻറ്റ് ഉള്ളിലേക്ക് പൊട്ടി ഇതുപോലെ ഹോളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ആ ഹോൾ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് ഒരു ഗ്യാപ്പും ഇല്ലാതെ തന്നെ അടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചേട്ടനും ഒക്കെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും വന്ന് ഹെൽപ്പ് ചെയ്തൊന്നുമില്ല. വന്ന് നോക്കി നിൽക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ കുറച്ച് മെറ്റലും കല്ലും മണ്ണും സിമെൻറ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ കോൺക്രീറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ സെറ്റായിട്ട് വേണം നമുക്ക് ഈ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാൻ. ആദ്യം തന്നെ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഉറച്ചതിന് ശേഷമാണ് ഈ സിമെൻറ്റ് ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നല്ലപോലെ സെറ്റാവില്ല, അത് വീണ്ടും ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് വീണ്ടും ഒരു കല്ല് വെച്ച് ഞാൻ നല്ലപോലെ അടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ ഇതിനെല്ലാം വന്ന് നോക്കുമ്പോൾ നല്ലപോലെ റെഡിയായി വൃത്തിയായി കിടപ്പുണ്ട്. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, അടുത്ത വീഡിയോ കാണാം.